നമ്മൾ എന്നും കേൾക്കുകയും അറിയുകയുമൊക്കെ ചെയ്യുന്ന ചില വലിയ കമ്പനികളുണ്ടല്ലോ. ഇവർ പെട്ടെന്നൊരു ദിവസം ഒന്നിക്കുകയോ അല്ലെങ്കിൽ പിരിഞ്ഞു പോവുകയോ അതുമല്ലെങ്കിൽ സ്വന്തം ഷെയറുകൾ തന്നെ തിരിച്ചു വാങ്ങുകയും ചെയ്യുന്നത് എന്തിനായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോ ഈ കോർപ്പറേറ്റ് മേക്ക് ഓവറിന് പിന്നിലെ കളികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ശരിക്കും എന്തിനാണ് ഈ ഭീമൻ കമ്പനികൾ ഇങ്ങനെ പെട്ടെന്ന് വലിയ മാറ്റങ്ങൾക്ക് തയ്യാറാകുന്നത്? പത്രങ്ങളിലും ടിവിയിലുമൊക്കെ നമ്മൾ കാണുന്ന ഈ വലിയ വാർത്തകൾക്ക് പിന്നിൽ വളരെ കൃത്യമായ ചില ബിസിനസ് തന്ത്രങ്ങളുണ്ട്. ഇതൊരു പസിൽ പോലെയാണ്. നമുക്ക് ഈ പസിലിന്റെ ഓരോ കഷ്ണങ്ങളായി എടുത്ത് അതൊന്ന് ചേർത്ത് വെച്ച് നോക്കാമല്ലേ? അപ്പോ ഈ എല്ലാ കോർപ്പറേറ്റ് മാറ്റങ്ങൾക്കും പിന്നിൽ ഒരൊറ്റ അടിസ്ഥാന കാരണമേ ഉള്ളൂ: വളർച്ച, വളരാനുള്ള അടങ്ങാത്ത ഒരാഗ്രഹം. കാരണം ബിസിനസിന്റെ ലോകത്ത് നിങ്ങൾ മുന്നോട്ട് വളരുന്നില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ പിന്നോട്ടു പോവുകയായിരിക്കും. ഒരു കമ്പനിക്ക് വളരാൻ നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് വഴികളുണ്ട്. ഒന്ന്, സ്വന്തം കഴിവുകൊണ്ട് സ്വന്തം പ്രോഡക്റ്റുകൾ വിറ്റ് പതിയെ പതിയെ വളരുന്നത്. ഇതിനെ നമ്മൾ ഓർഗാനിക് ഗ്രോത്ത് എന്ന് പറയും. രണ്ടാമത്തെ വഴി മറ്റു കമ്പനികളെ ഏറ്റെടുത്ത് ഒറ്റയടിക്ക് വലുതാകുന്നതാണ്. അതാണ് ഇനോർഗാനിക് ഗ്രോത്ത്. നമ്മളിന്ന് കൂടുതലായി സംസാരിക്കാൻ പോകുന്നത് ഈ രണ്ടാമത്തെ വഴിയെക്കുറിച്ചാണ്. ഇന്നത്തെ ഈ മത്സരം നിറഞ്ഞ ലോകത്ത് ഒരിടത്ത് തന്നെ നിൽക്കുക എന്ന് പറയുന്നത് അത് നടപ്പില്ല. അതുകൊണ്ടുതന്നെ ഈ ഇനോർഗാനിക് ഗ്രോത്ത് എന്നത് വെറുമൊരു ഓപ്ഷനല്ല, മാർക്കറ്റിൽ മുന്നിലെത്താനുള്ള ഒരു എക്സ്പ്രസ് ഹൈവേ തന്നെയാണ്. അപ്പോ ഈ പറഞ്ഞ ഇനോർഗാനിക് ഗ്രോത്ത് നേടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ അതാണ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിംഗ്. എന്താണ് ഈ റീസ്ട്രക്ചറിംഗ് എന്ന് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം. വളരെ സിമ്പിളായി പറഞ്ഞാല്, ഒരു കമ്പനിയെ കൂടുതൽ പവർഫുള്ളാക്കാനും ലാഭമുണ്ടാക്കാനും വേണ്ടി അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറ്റുന്നൊരു പ്രോസസ്സ്, ഒരു കംപ്ലീറ്റ് മേക്ക് ഓവർ എന്ന് തന്നെ പറയാം. ഇതൊരു വളരെ തന്ത്രപരമായ നീക്കമാണ്. അപ്പോ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഇതിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. ലോക മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ, പുതിയ ടെക്നോളജി സ്വന്തമാക്കാൻ, എന്തിന് നഷ്ടത്തിലോടുന്നൊരു കമ്പനിയെ രക്ഷിക്കാൻ വരെ ഈ റീസ്ട്രക്ചറിംഗ് എന്ന തന്ത്രം ഉപയോഗിക്കാറുണ്ട്. അപ്പോ നമുക്ക് ഈ റീസ്ട്രക്ചറിംഗ് എന്ന ടൂൾ കിറ്റിലെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു ആയുധത്തിലേക്ക് കടക്കാം: ലയനങ്ങളും ഏറ്റെടുക്കലുകളും, അതായത് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ് അല്ലെങ്കിൽ M&A. M&Aയുടെ പിന്നിലെ പ്രധാന ആശയം സിനർജി എന്ന് പറയുന്ന ഒന്നാണ്. അതായത് ഒന്നുമൊന്നും ചേർന്നാൽ രണ്ടല്ല, ചിലപ്പോ മൂന്നോ നാലോ ഒക്കെ ആവാമെന്നൊരു വിശ്വാസം. രണ്ട് കമ്പനികൾ ഒന്നിക്കുമ്പോൾ അവരുടെ ശക്തികൾ ഒരുമിച്ചു ചേർന്ന് കൂടുതൽ വലിയൊരു റിസൾട്ട് ഉണ്ടാക്കുന്നു. ഇതാണ് മിക്കവാറും എല്ലാ വലിയ ഡീലുകൾക്കും പിന്നിലുള്ള പ്രധാന കാരണം. ഈ ലയനവും ഏറ്റെടുക്കലും കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും ചെറിയൊരു വ്യത്യാസമുണ്ട്. ലയനം അഥവാ മെർജർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേ വലുപ്പമുള്ള രണ്ട് കമ്പനികൾ ഒരുമിച്ച് ചേർന്ന് പുതിയൊരു കമ്പനിയായി മാറുന്നതാണ്. PVRും ഐനോക്സും ചേർന്ന് PVR ഐനോക്സ് ആയതുപോലെ. ഏറ്റെടുക്കൽ അഥവാ എക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കമ്പനി ഒരു ചെറിയ കമ്പനിയെ വാങ്ങുന്നതാണ്, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിനെ വാങ്ങിയതുപോലെ. ഈ ലയനങ്ങളെ നമുക്ക് പ്രധാനമായും മൂന്നായിട്ട് തിരിക്കാം. ഒരേ ബിസിനസ് ചെയ്യുന്ന രണ്ട് കമ്പനികൾ ഒന്നിച്ചാൽ അത് ഹൊറിസോണ്ടൽ, ഒരു മൊബൈൽ കമ്പനി മറ്റൊരു മൊബൈൽ കമ്പനിയെ വാങ്ങുന്നതുപോലെ. ഇനി ഒരു കമ്പനി അതിന്റെ സപ്ലയറെ വാങ്ങുകയാണെങ്കിൽ അത് വെർട്ടിക്കൽ, ഒരു കാർ കമ്പനി ടയർ കമ്പനിയെ വാങ്ങുന്നതുപോലെ. മൂന്നാമത്തത് യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് ബിസിനസ്സുകൾ ഒന്നിക്കുന്നതാണ്. അതിനെ കോൺഗ്ലോമറേറ്റ് എന്ന് പറയും. ഈ ഡീലുകളൊക്കെ എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒന്ന് കേട്ടു നോക്കൂ. $40 ബില്യൺ. HDFC ബാങ്കും HDFC ലിമിറ്റഡും തമ്മിൽ ലയിച്ചപ്പോഴുണ്ടായ മൂല്യമാണിത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക ഇടപാടുകളിൽ ഒന്നായിരുന്നു അത്. ഇതൊന്നും എവിടെയോ നടക്കുന്ന കാര്യങ്ങളല്ല, നമ്മുടെ കൺമുന്നിൽ തന്നെ നടക്കുന്നുണ്ട്. ടാറ്റ ഗ്രൂപ്പ് എയർ ഇന്ത്യയെ തിരികെ വാങ്ങിയത്, സൊമാറ്റോ യൂബർ ഈറ്റ്സിനെ ഏറ്റെടുത്തത്, ഇതെല്ലാം മാർക്കറ്റിൽ പെട്ടെന്ന് വളരാനും എതിരാളികളെ ഒഴിവാക്കാനുമുള്ള മികച്ച ഉദാഹരണങ്ങളാണ്. ഇതുവരെ നമ്മൾ കമ്പനികൾ ഒന്നിക്കുന്നതിനെക്കുറിച്ചല്ലേ സംസാരിച്ചത്? എന്നാൽ ചിലപ്പോൾ ഒന്നിക്കുന്നതിനേക്കാൾ നല്ലത് പിരിയുന്നതായിരിക്കും. ഈ തന്ത്രത്തെയാണ് ഡീമർജർ എന്നു പറയുന്നത്. ഒരു വലിയ കമ്പനിയെ പല കഷ്ണങ്ങളാക്കി ഓരോന്നിനും സ്വന്തമായി വളരാനുള്ള അവസരം കൊടുക്കുന്നതിനെയാണ് ഡീമർജർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ബിസിനസ്സിനും അതിൻ്റേതായ വഴിയിൽ സ്പെഷ്യലൈസ് ചെയ്യാനും കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും പറ്റും. അങ്ങനെ മൊത്തത്തിൽ കൂടുതൽ മൂല്യമുണ്ടാക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് റിലയൻസിന്റെ ഉദാഹരണം തന്നെ എടുക്കാം. വളരെ സിമ്പിളാണ്. ആദ്യം കമ്പനി തങ്ങളുടെ ഒരു ഭാഗം വേർപെടുത്താൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. പിന്നെ അതിനുവേണ്ട നിയമപരമായ അംഗീകാരങ്ങൾ നേടുന്നു.
അവസാനം പഴയ കമ്പനിയിൽ ഷെയറുള്ള എല്ലാവർക്കും പുതിയ കമ്പനിയിലും അതിനനുസരിച്ച് ഷെയറുകൾ ലഭിക്കുന്നു. ഇത്രയുള്ളൂ സംഭവം. ഇനി നമ്മുടെ ടൂൾ കിറ്റിലെ അവസാനത്തെ ഐറ്റത്തിലേക്ക് വരാം. ബൈബാക്ക്. ഇത് കുറച്ചുകൂടി ഉള്ളിൽ നടക്കുന്നൊരു കളിയാണ്. ഒരു കമ്പനി സ്വയം എങ്ങനെ റീസ്ട്രക്ചർ ചെയ്യുന്നുവെന്ന് നോക്കാം. ഷെയർ ബൈബാക്ക് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി സ്വന്തം ഷെയറുകൾ മാർക്കറ്റിൽ നിന്ന് തിരികെ വാങ്ങുന്നതിനെയാണ്. ഇത് ശരിക്കും ആ കമ്പനി സ്വന്തം ബിസിനസ്സിൽ തന്നെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ്. അപ്പോ ഒരു കമ്പനി എന്തിനാണ് സ്വന്തം ഷെയറുകൾ തന്നെ തിരികെ വാങ്ങുന്നത്? പല കാരണങ്ങളുണ്ട്. ചിലപ്പോ കയ്യിൽ ഒരുപാട് കാശ് മിച്ചം വരും. അത് ഷെയർ ഹോൾഡേഴ്സിന് തിരികെ കൊടുക്കാനായിരിക്കും. അല്ലെങ്കിൽ ബാക്കിയുള്ള ഷെയറുകളുടെ വില കൂട്ടാൻ, അതുമല്ലെങ്കിൽ തങ്ങളുടെ കമ്പനിയുടെ ഭാവിയിൽ നല്ല ആത്മവിശ്വാസമുണ്ടെന്ന് മാർക്കറ്റിനെ അറിയിക്കാനും ഈ ബൈബാക്ക് സഹായിക്കും. TCSഉം വിപ്രോയുമൊക്കെ അടുത്തിടെ നടത്തിയ വലിയ ബൈബാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാല്, പ്രശസ്ത മാനേജ്മെന്റ് ചിന്തകനായ പീറ്റർ ഡ്രക്കർ പറഞ്ഞതുപോലെ ഇന്നത്തെ ബിസിനസ് ലോകമെന്നത് വെറും ഉടമസ്ഥതയെക്കുറിച്ചല്ല, മറിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനും തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ ഉണ്ടാക്കാനുമുള്ള കഴിവിനെക്കുറിച്ചാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മളിന്ന് സംസാരിച്ച ഈ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് അടുത്തതായി മാറാൻ പോകുന്ന ആ ഭീമൻ കമ്പനി ഏതായിരിക്കും? ടെക്നോളജി ഇത്രയും വേഗത്തിൽ മുന്നോട്ടു പോകുമ്പോൾ മാറ്റങ്ങൾ അനിവാര്യമാണ്. അടുത്ത വലിയ കോർപ്പറേറ്റ് മേക്കോവറിനായി നമുക്ക് കാത്തിരിക്കാം.